ചാരമൂട്ടിൽ ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കണമെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് എക്സിക്യൂട്ടീവ് യോഗമാണ് ആവശ്യം ഉന്നയിച്ചത്. ചാരമൂട്ടിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ചാരമൂട്ടിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ സ്ഥാപിക്കണം എന്ന ആവശ്യവും യോഗം ഉന്നയിച്ചു. പൊതു ശൗചാലയം നിർമ്മിക്കുക, തെരുവുവിളക്കുകൾ പ്രകാശിപ്പിക്കുക, ഓടകൾ വൃത്തിയാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഏകോപന സമിതി ചാരമൂട് യൂണിറ്റ് എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉയർന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് AJ ഷാജഹാൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങും യോഗവും ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര അധ്യക്ഷത വഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാരമൂട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഞാൻ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം വ്യാപാരി വ്യവസായ വർഗത്തിന്റെ ഉത്തമ താൽപര്യ സംരക്ഷണത്തിനായി ആത്മാർത്ഥമായും നിസ്വാർത്ഥമായും അംഗങ്ങളോട് ഈസിയായി അവസരം ലഭിക്കുന്നു എന്നുള്ളത് ചാരമൂട് യൂണിറ്റുള്ള ഒരു അംഗമെന്ന നിലയിൽ നമുക്ക് ഏവർക്കും എത്ര അവാർഡുകളായി കൂട്ടുന്നത്. നമുക്കറിയാം, മലയാള മനോരമ അടക്കം കേരളത്തിൽ ഒരു മാധ്യമ പ്രവർത്തകനും ലഭിക്കാത്ത അവാർഡുകളാണ്. ഓരോരുത്തരും നമ്മുടെ ഈ തിരുവിതാംകൂർ ഭാഗത്തെ ഏറ്റവും വലിയ ശിവക്ഷേത്രം, അതും സ്വയംഭൂവായിട്ടുള്ളത്, അവിടെ ഒരിക്കൽ ദർശനം നടത്തിയിട്ടുള്ളവർ അവർക്കൊരു 100 അനുഭവങ്ങളാണ്. അത്രയും വലിയ ക്ഷേത്രത്തിന്റെ സെക്രട്ടറി സ്ഥാനം എന്ന് വെച്ചാൽ പണ്ട് മഹാരാജാവ് ഇരുന്ന പോസ്റ്റാണ്, ആ സ്ഥാനത്ത് ഇരിക്കുന്ന ആൾ. അപ്പൊ അങ്ങനെയുള്ളവരാണ് നമ്മളൊപ്പം ഉള്ള ഓരോരുത്തരും എടുക്കുമ്പോൾ ശ്രീ വിസ്മയാണ് അദ്ദേഹം ഫോട്ടോ അസോസിയേഷന്റെ സംസ്ഥാന തലത്തിലാണ്. ഓരോ വ്യക്തിത്വങ്ങളും എടുത്തു പറഞ്ഞാൽ നമ്മള് ഒരു MLA ആകാൻ വരെ യോഗ്യതയുള്ള ആളുകളാണ്. ഗിരീഷ് അമ്മ, മണിക്കുട്ടൻ എലൈറ്റ്, ഫസൽ അലി ഖാൻ, എബ്രഹാം പറമ്പിൽ, അഡ്വക്കേറ്റ് പീയൂഷ് ചാരുമൂട്, ധനുഷ്, ദിവാകരൻ നായർ, സുരേഷ് കുമാർ, MR രാമചന്ദ്രൻ, അജികുമാർ, NR രാജേഷ് ബാബു, ബാബു നന്ദനം, V വിഷ്ണു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.